വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുറുവ ദ്വീപ് ജീവനക്കാരനെ എയർലിഫ്റ്റ് ചെയ്യുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. നട്ടെല്ലിനും വാരിയലിനും പരിക്കേറ്റ പാക്കം സ്വദേശി പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് ശ്രമം. എയർലിഫ്റ്റ് ചെയ്യുന്നതിൽ പ്രതിസന്ധി ഉണ്ടായാൽ ഗതാഗതം നിയന്ത്രിച്ച് കോഴിക്കോട് എത്തിക്കാനാണ് മറ്റൊരു നീക്കം. ദ്വീപിനടുത്ത് കാട്ടാനയുടെ കുത്തേറ്റ് പരിക്ക് പറ്റിയ രോഗിയെ അടിയന്തരമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് കോഴിക്കോടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ സ്പെഷ്യൽ സൗകര്യങ്ങളുള്ള ആംബുലൻസിൽ കോഴിക്കോട് എത്തിക്കുക. ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് അവിടെ പ്രായോഗികം, ആ പ്രായോഗികമായ നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ മോണിറ്റർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉദാസീനത കൂടാതെ നിർവഹിക്കുന്നതായിരിക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിനീത വി.ജി ഉണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. വിനീത, വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞത് നേരത്തെ ഈ കുറുവ ദ്വീപിലെ ജീവനക്കാരന് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു, ഗുരുതരമായ പരുക്കുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണ് എന്നാണ് മന്ത്രി വിശദമാക്കുന്നത്? തീർച്ചയായും പ്രജിൻ, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുക, അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനായി പ്രത്യേക ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്, പോളിനായി പ്രത്യേക ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ എത്രയും വേഗം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിനായാണ് എയർലിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ അവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഹെലികോപ്റ്ററിൽ മെഡിക്കൽ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. അതല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന തരത്തിൽ മുന്നിലുള്ളത് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് റോഡ് മാർഗം ആംബുലൻസിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനായി 2 ജില്ലകളിലെയും SP-മാർക്ക് ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട്. അവർക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിൽ ഏത് മാർഗം വേണം എന്നുള്ളത് മെഡിക്കൽ സംഘം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. കാരണം ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്കാണ് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ ഏത് മാർഗം വേണമെങ്കിലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന് ചികിത്സ, മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ നൽകുക. ഈ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ദൗത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിലയിരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. മന്ത്രി വീണ ജോർജുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർമാരുമൊക്കെയായി സംസാരിച്ചു. അദ്ദേഹത്തിന് മികച്ച ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ തീരുമാനമായിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിനീത വി.ജി ആണ് വിവരങ്ങൾ നൽകിയത്.